ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു ലെറ്റസ് ലേണിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. ഇന്ന് നമ്മുടെ ഇടയിൽ കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിട്ട് വരുന്ന ഒരു ഐറ്റമാണ് മന്തി അല്ലേ. അപ്പോൾ മന്തി റൈസ് കുട്ടികൾക്ക് ഇഷ്ടമാണെന്ന് പറയുമ്പോൾ നമ്മൾ മിക്കവാറും ഇത് കടയിൽ നിന്ന് വാങ്ങി കൊടുക്കുകയായിരിക്കും പതിവ്. അപ്പോൾ അത് അത്ര ഹെൽത്തി ആണോ എന്ന് ചോദിച്ചാൽ ഉത്തരം പറയാൻ നമുക്ക് കഴിയില്ല. അപ്പോൾ നമുക്ക് ഹെൽത്തി ആയിട്ട് നമ്മുടെ വീട്ടിൽ തന്നെ കുറച്ച് ഇൻഗ്രീഡിയൻസ് ഒക്കെ വെച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന മന്തി റെസിപ്പി നോക്കാം കേട്ടോ. കടയിൽ നിന്ന് വാങ്ങാൻ വേണ്ട എന്നാൽ അതായ ടേസ്റ്റിൽ കഴിക്കുകയും ചെയ്യാം. ഇപ്പോൾ കുട്ടികൾ പറയുമ്പോൾ നമുക്ക് തന്നെ ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്യാം. അപ്പോൾ റെസിപ്പി ഒന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഇവിടെ ചിക്കൻ എടുത്തിട്ടുണ്ട്. ചിക്കനിലേക്ക് നമുക്ക് കുറച്ച് വിനാഗിരിയും ഉപ്പും ചേർത്തിട്ട് കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം കേട്ടോ. സ്കിന്ന് കളയാത്തത് കൊണ്ടാണ് വിനാഗിരി ഉപ്പും ചേർത്ത് വെക്കുന്നത്. എന്നിട്ട് അതൊന്ന് കുറച്ച് നേരം റെസ്റ്റ് ചെയ്തതിന് ശേഷം നമുക്ക് നന്നായിട്ട് കഴുകിയെടുക്കാം. കഴുകിയെടുത്തതിന് ശേഷം നമുക്കിതാ ഇതുപോലെ ഒരു ഫോർക്ക് കൊണ്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ എന്താണെന്ന് വെച്ചാൽ കത്തി കൊണ്ടോ പപ്പടക്കോലോ കൊണ്ടോ എന്തുകൊണ്ടെങ്കിലും ഒന്നിങ്ങനെ കുത്തി കൊടുക്കാം കേട്ടോ. മസാല അതിന് അകത്തേക്ക് കയറാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ കുത്തി കൊടുക്കുന്നത്. അപ്പോൾ സ്കിന്നോട് കൂടിയുള്ളതാകുമ്പോൾ മസാല പിടിക്കാൻ നമുക്ക് എളുപ്പത്തിൽ ഈ ഒരു വഴി ചെയ്യാവുന്നതാണ് കേട്ടോ. എല്ലാ ചിക്കനും ഇതുപോലെ ഒന്ന് കുത്തി കൊടുക്കാം. ചിക്കനൊക്കെ കൊത്തി കൊടുത്തതിന് ശേഷം നമുക്കതിലേക്ക് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസൊക്കെ ചേർത്ത് കൊടുക്കാം. ബിരിയാണിയുടെ പോലെ അധികം ഒന്നിൻ്റെ ആവശ്യമില്ല, എല്ലാം ഓരോന്നും മതി കേട്ടോ. അപ്പോൾ ഒരു തക്കാളി, ഒരു സവോള, ഒരു ക്യാപ്സിക്കം, ഒരു കൈപ്പിടിയിൽ കുറച്ചധികം കൊള്ളുന്ന രീതിയിൽ പുതിനയില, കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 3 പച്ചമുളക്. ഇത്രയാണ്. ഇപ്പോൾ 1 കിലോ റൈസാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ അതിലേക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ കേട്ടോ. അപ്പോൾ നമ്മളിവിടെ ഇത്രയും കാര്യങ്ങളാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഇനി ഇതിലേക്ക് കുറച്ച് മസാലപ്പൊടികളും കൂടി ചേർക്കണം. അപ്പോൾ 1.5 ടേബിൾ സ്പൂൺ മന്തി മസാല ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു ചിക്കൻ സ്റ്റോക്ക് നന്നായിട്ട് ഉടച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ ഒരു ഡ്രൈ ലെമണാണ് വേണ്ടത്. അപ്പോൾ ചിക്കൻ സ്റ്റോക്ക് ചേർക്കുന്നതുകൊണ്ട് തന്നെ വേറെ എക്സ്ട്രാ ഉപ്പൊന്നും ആഡ് ചെയ്യുന്നില്ല, ഇതിൽ ഉപ്പുണ്ടായിരിക്കും. ഇനി 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കാം, അത് മസ്റ്റാണ് കേട്ടോ. അതിനുശേഷം ഒരു ടേബിൾ സ്പൂൺ വിനാഗിരി കൂടെ ചേർത്ത് കൊടുക്കുക, ചിക്കൻ ഒന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ട്. പിന്നെ ഒരു കളറിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് മുളക് പൊടി ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിന് പകരം കാശ്മീരി ചില്ലി ചേർക്കാം, അത് കയ്യിലില്ലാത്തതുകൊണ്ട് ചേർത്തില്ല. ഫുഡ് കളർ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ഫുഡ് കളറൊക്കെ ചേർക്കുകയും ചെയ്യാം, അപ്പോൾ നല്ലൊരു ഭംഗി കളറൊക്കെ കിട്ടും. അപ്പോൾ ഇതില്ലാതെ തന്നെ നമുക്ക് നല്ല ടേസ്റ്റിലും ഭംഗിയിലും ഒക്കെ കഴിക്കാൻ പറ്റും കേട്ടോ. എന്നിട്ടത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. നിങ്ങൾക്ക് പറ്റുന്ന അത്ര ഒരു 20 മിനിറ്റോ അരമണിക്കൂറോ ഒക്കെ റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ അത്രയും നല്ലതായിട്ടോ. അതിന് ശേഷം ഞാനിതപ്പോൾ കുക്കറിലാണ് ഇത് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ ആദ്യം അതിൽ കുറച്ച് ക്യാപ്സിക്കം ഉള്ളിയൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഒന്ന് ഇട്ട് കൊടുത്തു. അതിന് ശേഷം ഇതിൻ്റെ മുകളിൽ ചിക്കൻ വെച്ച് കൊടുത്തു. ചെറിയ കുക്കറായതുകൊണ്ട് ഇങ്ങനെ വെക്കാൻ പറ്റുള്ളൂ. നിങ്ങളുടെ കയ്യിൽ വലുതാണെങ്കിൽ എല്ലാം നന്നായിട്ട് പരത്തി വെക്കാം കേട്ടോ. അതിന് ശേഷം ബാക്കിയുള്ളതാ ഈ കട്ട് പീസസൊക്കെ അതിൻ്റെ മുകളിൽ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി കുക്കർ അടച്ചു വെച്ച് ചിക്കൻ ആയതുകൊണ്ട് തന്നെ ഒരു വിസിൽ വരെ ലോ ഫ്ലെയിമിൽ വേവിച്ചെടുക്കാം കേട്ടോ. ഈ സമയം കൊണ്ട് റൈസ് വേവിക്കാൻ വെക്കുക. അപ്പോൾ ഇവിടെ വെള്ളം തിളച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു ഡ്രൈ ലെമൺ, ബേ ലീഫ്, 2 കഷ്ണം പട്ട, ഒരു 5 ഏലക്കായ, പിന്നെ 3-4 ഗ്രാമ്പൂ ഒക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. കുറച്ച് കുരുമുളക് കൂടെ ചേർത്ത് കൊടുക്കണേ, ഒരു 1/4 ടീസ്പൂൺ കുരുമുളകും. എന്നിട്ട് 1 മണിക്കൂർ സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള അരി നന്നായി വാഷ് ചെയ്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു 3 ടീസ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നന്നായിട്ട് തിളയ്ക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം കേട്ടോ. റൈസ് ഇതാ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഒരു 90% കുക്കായിട്ടുണ്ട് കേട്ടോ. നമ്മൾ കയ്യിലിങ്ങനെ പിടിക്കുമ്പോൾ പൊട്ടിപ്പോണ രീതിയിൽ ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് നമുക്ക് ഊറ്റിയെടുക്കാം. എല്ലാ റൈസും ഊറ്റി മാറ്റാം. അപ്പോൾ ഇതാ കുക്കർ ഒരു വിസിൽ കഴിഞ്ഞ് കുറച്ച് നേരം കൂടെ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാ ചിക്കൻ വെന്തിട്ടുണ്ട്. ഇനി നമുക്കത് വലിയൊരു പാത്രത്തിലേക്ക് മാറ്റാം. ചിക്കൻ്റെ കുറച്ച് വെള്ളം ഒന്ന് മാറ്റി വെക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് റൈസ് ഓരോ ലെയറായിട്ട് ഇങ്ങനെ ദം ചെയ്യുമ്പോൾ അതിൻ്റെ മുകളിൽ ഈ ചിക്കൻ്റെ വെള്ളം കൂടെ ചേർത്തിട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി ഏറ്റവും മുകളിലായിട്ട് ഒരു 3 പച്ചമുളക്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്ര വെക്കാം കേട്ടോ.
ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ്. എന്നിട്ട് ഇത് നന്നായിട്ട് സീൽ ചെയ്യണം, നന്നായിട്ട് കവർ ചെയ്യണം. ഞാനിപ്പോൾ ഒരു അലുമിനിയം ഫോയിൽ വെച്ചിട്ടാണ് കവർ ചെയ്യുന്നത്. എന്നിട്ട് അടച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ ഒരു 20 മിനിറ്റ് കൂടെ കുക്ക് ചെയ്തെടുക്കണം കേട്ടോ. ഞാൻ ഏറ്റവും ചെറിയ ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കുകയാണ്. എന്നിട്ട് 20 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കുകയാണ്. മിനിറ്റ് കഴിഞ്ഞാൽ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് കുറച്ച് സമയം കൂടെ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. നമ്മൾ കഴിക്കാൻ സമയത്ത് മാത്രം ഇത് തുറന്ന് വിളമ്പിയാൽ മതി. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ അത്രയും ആ ആവിയൊക്കെ അതിനകത്ത് ഇരുന്നിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചിക്കനായിട്ട് കിട്ടും കേട്ടോ. ഇപ്പോൾ തുറന്ന് നോക്കിയപ്പോൾ ഇതാ ഇങ്ങനെയാണ് റൈസ് ഉള്ളത്. ഇനി നമുക്കിതിൽ അടിയിൽ മസാലയും റൈസും ഒക്കെ കൂടി നന്നായി മിക്സ് ആകാൻ വേണ്ടിയിട്ട് നമുക്കിത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഞാനിപ്പോൾ ആ കുക്കറിലേക്ക് തന്നെ മാറ്റി കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ചിക്കനൊക്കെ ഒന്ന് എടുത്ത് മാറ്റാം, കാരണം ചിക്കൻ നന്നായിട്ട് വെന്തിട്ടുണ്ട്, അല്ലെങ്കിൽ അത് ഉടഞ്ഞു പോകും. ചിക്കൻ മാറ്റി കൊടുത്തതിന് ശേഷം ഈ റൈസ് തിരിച്ചതാ ആ പാത്രത്തിലേക്ക് തന്നെ ഇട്ടിട്ട് നന്നായിട്ട് അടിയിലെ റൈസും മുകളിലുള്ള ഈ വൈറ്റ് റൈസും ഒക്കെ കൂടി മിക്സ് ആകുന്ന രീതിയിൽ നന്നായിട്ട് ഇളക്കി മിക്സാക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇങ്ങനെ പാത്രം കൊണ്ട് ഇങ്ങനെ ഇതാക്കുകയാണെങ്കിൽ നമുക്ക് ചെറിയ ക്വാണ്ടിറ്റി അല്ലേ, അപ്പോൾ ഇങ്ങനെ തന്നെ ഇങ്ങനെ മറിച്ച് കൊടുക്കുകയാണെങ്കിൽ ഒരു വറ്റും കുഴയാതെ തന്നെ നന്നായി മിക്സ് ആക്കിയിട്ട് നമുക്ക് കിട്ടും. ലാസ്റ്റ് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുത്താൽ മാത്രം മതി കേട്ടോ. അപ്പോൾ ഇതാ നല്ല അടിപൊളിയായിട്ടുള്ള മന്തി റൈസായി കിട്ടിയിട്ടുണ്ട്. ഇത് മിക്സ് ചെയ്യുമ്പോൾ തന്നെ അതിൻ്റെ ഒരു മണം ഉണ്ടല്ലോ, നമുക്ക് അപ്പോൾ തന്നെ കഴിക്കാൻ തോന്നും കേട്ടോ. നല്ലൊരു മണമാണ് ആ മന്തിക്ക് വരുന്നത്. ഇനി നമുക്ക് നല്ലൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് കഴിക്കാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ മന്തി റൈസിൻ്റെ ഒരു പണി എന്ന് പറയുന്നത്. നല്ല ഫ്ലേവർഫുള്ളായിട്ടുള്ള ഒരു മന്തി റൈസാണ്. അപ്പോൾ ചിക്കനൊക്കെ നിങ്ങൾക്ക് എണ്ണയിൽ അധികം ഇട്ട് പൊരിക്കാതെയൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ കിട്ടും കേട്ടോ. അപ്പോൾ കുട്ടികൾ പറയുമ്പോൾ വാങ്ങിക്കൊടുക്കാതെ പകരം വീട്ടിൽ തന്നെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം. ഇത്ര പണിയുള്ളൂ. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ.